സ്തുതിയാലുയരും ഉന്നതനെ വാഴ്ത്തപ്പെട്ടവളിൻ മടിയിൽ ഹിതമായി നീ വസിച്ചല്ലോ. സ്വസ്ഥവും നിരപ്പും വാസിപ്പിക്കാം. ശോഭ നിറഞ്ഞോരാലയത്തിൽ വസിക്കും മറിയാമിൽ നിന്ന് മാംസം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ ശ്ലീഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നു അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷയേൽക്കട്ടെ. ഔവണ്ണം സ്ത്രീകളും കനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരും ആയിരിക്കണം. ശുശ്രൂഷകന്മാരെ ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാപ്പെന്നും വലിയതാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാത്മനികളെ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകൾ എടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധാത്മാവിന്റെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ലിഖിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യരായി തീരുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന ലൂക്കോസ് എവൻഗലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ തിരുജനനത്തിന് മുൻപായി ഇപ്രകാരം സംഭവിച്ചു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മടനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സഖറിയാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ അഭിവാദനം ചെയ്തു. മറിയയുടെ അഭിവാദനം എലിശബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി?
നിന്റെ അഭിവാദന സ്വരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശുവിന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ അനുഗ്രഹീതയെന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവരുടെ മേൽ അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കി, എളിയവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണയെ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും അഞ്ഞുപോകാത്ത മഹിമയും നിത്യവും നിരന്തരം ഓർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കന്യകയിൽ നിന്ന് ഉത്ഭവിച്ച ഗ്രഹണീയമായ ഫലവും തന്റെ ഇമ്പകരമായ ശബ്ദത്താൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും ആനന്ദകരമായ മഹത്വത്തിൽ തന്നോടുകൂടി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോതി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായെ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരനും നീയായിരിക്കണമേ.
കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സ്വരശിക്ഷകളും കോപത്തിന്റെ വടികളും കാരുണ്യപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മറിയാമിൽ നിന്ന് മുളച്ചു വളരുകയും തന്റെ മഹത്വമുള്ള സൗരഭ്യം കൊണ്ട് സർവഭൂമി നിറയ്ക്കുകയും തന്റെ മഹിമയുള്ള ഉപദേശം കൊണ്ട് അജ്ഞാനമാകുന്ന ദുർഗന്ധം എല്ലാ ഭാഗങ്ങളിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്തിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ചെടിയായി ലോകങ്ങളുടെ സൃഷ്ടാവും സൃഷ്ടികളെ സ്ഥിരപ്പെടുത്തുന്നവനുമായ കർത്താവേ, ഞങ്ങൾ നിന്നെ വന്ദിക്കുകയും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആചാര്യനായ അഹറോൻ സമാഗമന കൂടാരത്തിൽ വെടിപ്പുള്ള ധൂപം നിനക്കർപ്പിക്കുകയും അതിനാൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ബാധ വിലക്കുകയും ചെയ്തതുപോലെ പ്രാർത്ഥനകളാകുന്ന ഈ ധൂപം നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, എളിയവരായ ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിമിത്തം നിനക്കർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോൾ ഞങ്ങൾ കരേറ്റും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും ഇന്നും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമീൻ എന്ന് ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും പരിശുദ്ധനാകുന്നു. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സ്വരനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്ക വിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു.
നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിലില്ലാതെ. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Shall we all join for the prayer of confession? സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടും. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചുവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിനിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. I confess that I have sinned against you, O Father, Son, and Holy Spirit, in thought, word, and deed. I am sorry with all my heart for these my sins. I believe in your promise that you will receive those who truly repent. O Lord, who are merciful and full of grace, accept me even as you accepted the publican, the woman who was a sinner, and the thief on the cross, and comfort me by the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may not bring me to judgment and condemnation, but to life and wholeness. Amen. May God Almighty be compassionate to all of you who have truly confessed your sins, and may freely forgive your sins and make you worthy to partake in this holy communion.
എന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീ. സമാധാനവും സ്നേഹവും അനുഗ്രഹങ്ങളുടെ ഉറവുമായി വലിയവനും നിത്യനുമായിരിക്കുന്ന ദൈവമേ, തിരുസഭയെ സമാധാനപ്പെടുത്തുകയും കൃപയാൽ ഭൂലോകത്തെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും, ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. തിരുസന്നിധിയിൽ തങ്ങളുടെ തലകളെ വണക്കിയിരിക്കുന്ന നിന്റെ അടിയാരും ആരാധകരുമായവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും നിർവൃത്തിയോടും നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടേനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്നവരെ നിരപ്പിനും സമാധാനത്തിനും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏക
കൃപയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ സംസർഗവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. രാജാധിരാജാവായ പിതാവാം ദൈവത്തെ പുത്രനോടും വിശുദ്ധ റൂഹായോടും കൂടെ വന്ദിപ്പാനും സ്തുതിപ്പാനും മാലാഖമാരും ക്രോബേന്മാരും ശ്രാപ്പേന്മാരും മൗത്വേന്മാരും അദൃശ്യവും അസംഖ്യവുമായ സകലക്രമങ്ങളും വർഗങ്ങളും സ്വർഗീയ സൈന്യങ്ങളും അടങ്ങാത്ത വായ്കൾ കൊണ്ടും അവർണ്ണനീയ ശബ്ദങ്ങൾ കൊണ്ടും ജയഘോഷത്തോടെ സ്തുതിച്ച് കീർത്തിക്കുന്നവനെ നാം സ്തുതിക്കണം. തന്റെ സ്നേഹത്താൽ നമുക്ക് വേണ്ടി ജഡം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായി മനസ്സോടെ വെറുമയാക്കപ്പെടുകയും ജഡത്തിൽ കഷ്ടപ്പെടുകയും ചെയ്ത കഷ്ടതകളുടെ ആ രാത്രിയിൽ തന്റെ പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും താനെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് കൊടുത്ത് എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, പാപികളും കുറ്റക്കാരുമായ നിന്റെ അടിയാരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരത്തെയും ഭയങ്കരവും മഹത്വമുള്ളതുമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ നടുങ്ങി വിറച്ചു നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ അപ്പം നമ്മുടെ കർത്താവേ മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ശുദ്ധീകരിക്കുമാറാകട്ടെ.
ആയിരിക്കാൻ പരിശുദ്ധ റൂഹ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന്റെ അവകാശികളും പുതിയ ജീവനിൽ ശുദ്ധിമാന്മാരോടുകൂടെ സന്തോഷിക്കുന്നവരുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റും. കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേശവിരിക്കുന്നവരായ സകല ബലപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗിച്ചുള്ള CSI CNI സഭകളുടെ മോഴറ്റന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ സക്രിയാസ് മാർ തിയോഫിലോസ് സവർഗൻ മെത്രാപ്പോലീത്തായെയും ഗീവർഗീസ് മാർ അത്തനാസിയോസ്, ഗീവർഗീസ് മാർ തിമോഥെയോസ്, യാക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ ഫീലിക്സിനോസ്, Abraham മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി വട്ടത്തുള്ള എല്ലാവരെയും കരുണയോടെ നീ ഓർക്കണമേ. നിന്റെ വിശുദ്ധരുകാഴ്ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും സ്വഭാവങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടിയും വിശിഷ്യായി രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാനും അറിയും നന്മയെന്നുള്ള വിശാല മനസ്സും സഹനബുദ്ധിയും ദൈവാശ്രയം കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴിൽ അവരെ നടത്തണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഓർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോട് ഗുണദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ജീവനും വിശ്വമുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രത്യേകമായ അപേക്ഷകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. പോരാട്ടങ്ങൾ നടക്കുന്ന മേഖലകളെ ഓർത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. രോഗികളെ പേരുപേരായ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. മാത്യുവിന് വേണ്ടി, സ്വപ്ന ചെറിയാന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്കാം. വലിയവനും ബലവാനുമായ ദൈവമേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ദൈവികമായ ദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് ഹേതുവായിട്ട് പിതാവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. തെളിഞ്ഞ ബോധത്തോടും നിർമ്മല നിരൂപണയോടും നിഷ്കളങ്ക ഹൃദയത്തോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ നിന്റെ ഏകജാതം ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയെ ഞങ്ങൾ പാടി സർവോല്ലഭനും സ്വർഗസ്ഥനുമായ പിതാവേ ഇന്ന് ഞങ്ങൾ നമസ്കരിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിയും അന്തവുമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തത്വത്തിന്റെ കൃപകളും വാഴ്വുകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Oh
രക്തങ്ങൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിൻ ശരീരവും പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാനേ, നിന്റെയും നിന്റെ പിതാവിന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിശുദ്ധാൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഭക്ഷണമായും പാപപരിഹാരം ചെയ്യുന്ന രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകിയ ആ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നെക്കുറിച്ചുള്ള ഭയഭക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. നിന്നിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. കുറ്റമില്ലാത്ത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്നെ നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും നിന്റെ വിശുദ്ധ റൂഹായെ ഇടപെടാതെ സ്തുതിക്കുവാനായിട്ട് തന്നെ ഓശോ വക്കുലസ്ബാൻ ലൗൽ മീ. ഞങ്ങൾ വായ്കൾ തിരുസന്നിധൗ സ്തോത്രം പാടും അവതാതനും റുകുദിശായ്ക്കും സ്തുതി പാടിയിടും. പാപികൾ ഞങ്ങൾ തിരുമേശയിൽ നിന്നനുഭവിച്ചതിനാൽ മോചിക്കണമേ. ഞങ്ങളുടെ പിഴകൾ കറകളുമെല്ലാം സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്ചകളോടും അനുഗ്രഹങ്ങളോടും കൂടെ ജീവനും വിശുദ്ധിയുമുള്ള പരിശുദ്ധ തത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരിമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ മുദ്ര കുത്തപ്പെട്ടവരുമായുള്ളവരെ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറവുകളെ ക്ഷമിക്കും, ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെയും പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോവുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരേ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാം.